സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ലോകം അംഗീകരിച്ച പല ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മളെടുത്ത് നോക്കിയാൽ പല കാര്യങ്ങളിലും അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. ഇത് തെളിയിക്കാനായി ഞാൻ എടുക്കുന്നത് ലോകം അംഗീകരിച്ച ഫിറ്റ്നസ് ടെസ്റ്റുകളുടെ ഗ്രേഡും റേഞ്ചുമാണ്. കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് പുരുഷന്മാർക്ക് എക്സലന്റ് ആകണമെങ്കിൽ 55 മുകളിൽ വേണം. എന്നാൽ സ്ത്രീകൾക്ക് എക്സലന്റ് ആകണമെങ്കിൽ 50 മുകളിൽ വന്നാൽ മതി. അടുത്തത് സ്ട്രെങ്ത് ടെസ്റ്റ്. ഉദാഹരണത്തിന് നമ്മൾ ബെഞ്ച് പ്രസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പുരുഷന് ഗുഡ് മാർക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് പുഷ് ചെയ്യണം. ഉദാഹരണത്തിന് 80 കിലോ ഉള്ള ആളാണെങ്കിൽ 80 കിലോ പുഷ് ചെയ്യണം. എന്നാൽ ഒരു ലേഡിക്ക് ഗുഡ് എന്നുള്ളൊരു ഗ്രേഡ് കിട്ടണമെങ്കിൽ ആ ലേഡിയുടെ ബോഡി വെയിറ്റിന്റെ 0.7% മാത്രം പുഷ് ചെയ്താൽ മതിയാവും. അടുത്തത് എൻഡുറൻസ് ടെസ്റ്റ് നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. പുരുഷന്മാർക്ക് 30 പുഷപ്പ് നിർത്താതെ ചെയ്യണമെങ്കിൽ സ്ത്രീകൾക്ക് 20 പുഷപ്പ് ചെയ്താൽ മതിയാവും. ഇതിൽ നിന്നും ഫിസിക്കലി സ്ത്രീകളെക്കാൾ കരുത്തന്മാർ പുരുഷന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഓഫ് ഹയർ മസിൽ മാസ്, ഹയർ ബോൺ ഡെൻസിറ്റി, ലോവർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. പുരുഷന്മാർ സന്തോഷിക്കാൻ വരട്ടെ, മെന്റൽ എബിലിറ്റിയെ അടിസ്ഥാനമാക്കി നോക്കിയാൽ മിക്ക ഇടങ്ങളിലും സ്ത്രീകളാണ് മുൻപിൽ എന്ന് നമുക്ക് കാണാം. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ മെമ്മറി കപ്പാസിറ്റി, കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുന്നത്, ഇമോഷണൽ അവയർനെസ്, ഇതൊക്കെ കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. ഈ മെന്റൽ കപ്പാസിറ്റി ഇല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഓട്ടിസം കൂടുതലുള്ളത് ആൺകുട്ടികളിലാണ്. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ടുള്ളത് പുരുഷന്മാരിലാണ്. ഈ വ്യത്യാസങ്ങളിൽ നിന്നും ഒരാൾ വലുതാണെന്നോ മറ്റൊരാൾ ചെറുതാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യൻ പരിണാമപ്പെട്ട് വന്നപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ സേഫായിട്ട് വളർത്താൻ വേണ്ടി ഈ ഒരു വ്യത്യാസം നമുക്ക് അനിവാര്യമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും.